ഒരു അട്ടിമറി ഒരു തിരിമറി നടന്നു എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഈ സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ ശരണ്യ തന്നെ വളരെ വ്യക്തമാക്കുന്നു, അയാൾ പറയുന്ന ഓരോ കാര്യത്തിലും ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയൊരു അട്ടിമറി കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ബിന്ദു പത്മനാഭൻ വലിയ ആസ്തിയുള്ള സ്ത്രീയാണ്. അവിടെ ഒരു വലിയ ഭൂമാഫിയയുടെ ഇടപെടൽ നടന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശരണ്യ തന്നെ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് വളരെ ഓരോ ദിവസവും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഒരു അട്ടിമറി പല സ്ഥലത്തും പല ഇടങ്ങളിലും നടന്നു എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, അല്ലേ ശരണ്യ? ഉറപ്പായിട്ടും അത് വരും ദിവസങ്ങളിൽ നമ്മൾ അത് സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ പുറത്തുവിടും. അതിന്റെ അന്വേഷണത്തിൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമാകുന്നുണ്ട്. ഈ പോലീസ് സംവിധാനങ്ങൾ, രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കോക്കസ് ഈ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയുടെ, ശതകോടീശ്വരിയായ സ്ത്രീയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൃത്യമായ എവിഡൻസ് നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത് വരും ദിവസങ്ങളിൽ നമ്മളത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്യും. ഇതിൽ ഈ കേസ് സാധാരണഗതിയിൽ പോലീസ് കൊണ്ടുപോകുന്നത് സെബാസ്റ്റ്യൻ എന്നൊരു സൈക്കോ കില്ലർ, അയാൾ സ്ത്രീകളെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, അയാൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിലെ ആധാരം എഴുത്തുകാരുടെ ബന്ധുക്കൾ ഈ ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കുന്നു. ഒപ്പം തന്നെ ബിന്ദുവിന്റെ വീട്, അതായത് ബിന്ദുവിന്റെ കുടുംബ വീട് നിലനിൽക്കുന്ന ഒരു വലിയ വീടും വലിയ ഈട്ടിയുടെ ഉൾപ്പെടെയുള്ള വലിയ ഉരുപ്പടികളും ഒക്കെ ഉണ്ടായിരുന്ന വീടാണ്. ആ വീട് വാങ്ങുന്നത് ഒരു പോലീസ് ഓഫീസ്, ചേർത്തലയിൽ തന്നെ ഒരു പോലീസുകാരനാണ് ആ വീട് വാങ്ങുന്നത്. അതും വലിയ ലാഭത്തിലല്ല വിറ്റിരിക്കുന്നത്. ഓരോ പ്രോപ്പർട്ടികളും വീടിന്, നേരത്തെ സോഡാപ്പന്നപ്പൻ പറഞ്ഞതുപോലെ വീടിന്റെ ഫർണിച്ചറുകൾ ഞങ്ങൾ കൊണ്ട് വിറ്റു, പിന്നെ വീടിന്റെ പുരയിടത്തിൽ നിന്ന് മരങ്ങൾ ഞങ്ങളാണ് വെട്ടിയെടുത്ത് വിറ്റത്. അങ്ങനെ ഓരോരുത്തർക്കും ബിന്ദു ദാനമായി നൽകിയിരിക്കുന്ന പോലെയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, MBA, അന്നത്തെ കാലത്ത് MBA പാസ്സായ, ബാംഗ്ലൂർ പോയി പഠിച്ച് MBA പാസ്സായ ഒരു സ്ത്രീ, അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് ഒതുങ്ങി നിന്ന സ്ത്രീയൊന്നുമല്ല ബിന്ദു പത്മനാഭൻ. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇവർക്കെല്ലാം വെറുതെ എഴുതി കൊടുത്തിട്ട് പോയി എന്നുള്ള രീതിയിൽ, അതായത് സതീശൻ പറഞ്ഞത് എഴുതിയെടുക്കാൻ മാർഗം അറിയാമല്ലോ, എഴുതിയെടുത്തോ എന്ന് ബിന്ദു പറഞ്ഞു എന്നാ പറയുന്നത്. എങ്ങനെ നമുക്കത് വിശ്വസിക്കാനാകും എന്നുള്ളതാണ്. അതായത് ഇത്രയും വില കൂടിയ ഭൂമി അവര് വെറുതെ കൊടുത്തിട്ട് ഇവർക്കൊക്കെ പോകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ കൊണ്ടുവന്ന പവർ ഓഫ് അറ്റോർണി, ആ പവർ ഓഫ് അറ്റോർണി പ്രകാരം ഇടപ്പള്ളിയിൽ കിടക്കുന്ന കോടികൾ വിലമതിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥനായിട്ട് വെറും ഒരു ബന്ധവുമില്ലാത്ത സെബാസ്റ്റ്യൻ അത് എഴുതി കൊടുത്തിട്ട് പോവുകയാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും അന്വേഷണ സംഘം ഇതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്ന് കേൾക്കുമ്പോഴാണ്, ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് അവരാരും അന്വേഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം വികലമായാണ് ഈ കേസ് അന്നത്തെ കാലത്ത് അന്വേഷണ സംഘം അന്വേഷിച്ചത് എന്നുള്ളതാണ്. അതിന് പിന്നിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നു എന്നുള്ള ഈ പറയുന്ന ഇപ്പോഴത്തെ തിരോധാനത്തെ തുടർന്നുണ്ടായ ആക്ഷൻ കൗൺസിൽ അടക്കം ആരോപിക്കുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ഒരു കേസ്, ഒരു സ്ത്രീ തിരോധാനം സംഭവിച്ച കേസിൽ എന്ത് സംഭവിച്ചു? കാരണം ഇത് ബിന്ദു പത്മനാഭന്റെ മാത്രം തിരോധാനമല്ല, മറിച്ച് സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിന് തഴച്ചു വളരാനുള്ള ബേസ് ഇട്ട് കൊടുത്ത ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു ബേസ് ഇട്ട് കൊടുത്തു. ബിന്ദു എന്ന സ്ത്രീയിൽ നിന്ന് കിട്ടിയ ആസ്തികൾ ഉപയോഗിച്ചാണ് എല്ലാ സംവിധാനത്തിനെയും വിലക്കെടുക്കാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഐഷയെ കാണാതാകുന്നു. ഐഷയുടെ കേസിൽ സെബാസ്റ്റ്യന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. നമ്മൾ റോസമ്മയെ തന്നെ പുറത്തു കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ജൈനമ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത്രയും സ്ത്രീകളുടെ തിരോധാനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആദ്യത്തെ കേസ് ഒരു വിധത്തിലും അന്വേഷിക്കാതെ കണ്ണടച്ചു പൂട്ടിക്കൊണ്ട് സെബാസ്റ്റ്യനെ അവർ രക്ഷപ്പെടുത്തി വിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല 70 ഒരു ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി ഫയൽ നമ്പർ ഇട്ട് വന്ന ഒരു കേസിന്റെ അന്വേഷണത്തിന് FIR ഇടാൻ ലോക്കൽ പോലീസിന് 70 ദിവസം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കേസ് അന്വേഷണത്തിന്റെ ഒരു പോക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. മാത്രമല്ല ബിന്ദുവിന്റെ സഹോദരൻ പറയുന്ന വെച്ച് നോക്കണേ, 6.5 മാസം സെബാസ്റ്റ്യന് പിടിച്ചു നിൽക്കാനുള്ള അവസരം അവർ നൽകി എന്നുള്ളതാണ്. അതാണ് ഇവിടെ സെബാസ്റ്റ്യൻ മാത്രമല്ല പ്രതി എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉന്നത അധികാരികൾ പോലും ഇതിൽ വലിയ ബന്ധമുണ്ട്, അവർക്ക് അതിൽ ഇടപെടലുണ്ട്
തെളിവുകളുണ്ട് എന്ന് വളരെ വ്യക്തമാവുകയാണ്. അതിൽ തർക്കമില്ല. ആ തെളിവുകൾ ശരണ്യ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ ശരണ്യ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരണ്യ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഫ്രാങ്ക്ലിൻ സോഡ പോന്നവർ എന്ന 2 കഥാപാത്രങ്ങൾ കൂടി ഈ സീനിലേക്ക് വരുന്നത്. ഇതിൽ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും കൂടി ചേർന്നുകൊണ്ടാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതെന്നാണ് ശശികല എന്നൊരു സ്ത്രീ അവരുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. നമ്മൾ വളരെ ഞെട്ടലോടുകൂടി കേട്ടൊരു സംഭവമാണ്. അപ്പോൾ തിരോധാനം, ബിന്ദു പത്മനാഭൻ തിരോധാനം എന്നിനി വിളിക്കാൻ പറ്റുമോ എന്ന് പോലും സംശയമുണ്ട്. അത് പക്ഷേ സ്ഥിരീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്, ക്രൈംബ്രാഞ്ചാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഈ ഫ്രാങ്ക്ലിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒരാളുണ്ടോ, അയാളെ കണ്ടെത്തേണ്ടതുണ്ട്, അയാളുമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സെബാസ്റ്റ്യനും സതീശന് ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഈ സതീശന് ഈ ഫ്രാങ്ക്ലിനെയോ അല്ലെങ്കിൽ സോഡാ പൊന്നപ്പനെയോ പരിചയമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോവേണ്ടതില്ലേ? എന്തുകൊണ്ടായിരിക്കും ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ സാധിക്കാത്തത്? ശരണി, എന്തുകൊണ്ടാണ് എന്തൊരു വൈക്കം ഉണ്ടാകുന്നത് അവിടെ? ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടെ സതീശനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് സതീശന്റെ സഹോദരനായ ജയദേവന്റെ മരണവുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ സംശയത്തിന്റെ നിഴലിലുള്ള ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം, കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഈ സതീശന്റെ സഹോദരനായ ജയദേവന്റെ കേസുമായി ബന്ധപ്പെട്ട, അതായത് ജയദേവൻ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ തന്റെ സ്വത്തുവകകൾ മുഴുവൻ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു മുൻ FCI ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ സതീശന്റെ സഹോദരനാണ്. ഈ സതീശൻ, ജയദേവൻ, സെബാസ്റ്റ്യൻ ഇവരെല്ലാവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികൾ ഉൾപ്പെടെ നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. ഈ സതീശനും ജയദേവനും ഒട്ടുമിക്ക സമയങ്ങളിൽ സഞ്ചരിച്ചിരുന്നത് സെബാസ്റ്റ്യന്റെ കാറിലായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ സതീശനോട് സംസാരിക്കുമ്പോൾ സതീശൻ നമ്മളോട് പറയുന്നത് മദ്യക്കുപ്പി ഉൾപ്പെടെ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. മദ്യം വേണം, അതായത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കയറുമ്പോൾ മദ്യം വേണം, അത് ഭക്ഷണവും മദ്യം നമ്മൾ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജയദേവൻ എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ജയദേവനും ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനും ഒരുമിച്ചിരുന്ന് ചേർത്തലയിലെ ബാറിൽ അന്ന് രാത്രി മദ്യപിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ ജയദേവനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എങ്ങനെയാണ് ജയദേവൻ ഇത്രയും വലിയ ബാധ്യത ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് ജയദേവൻ ഒരു അമ്പലത്തിന്റെ ട്രഷററായിരുന്നു. ആ ട്രഷറിന്റെ സതീശൻ തന്നെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അമ്പലത്തിന്റെ ട്രഷറർ എന്നുള്ള നിലയ്ക്ക് ജയദേവന്റെ കയ്യിൽ കുറെ പണം അമ്പലത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ആ തുക ഉൾപ്പെടെ കൈമാറ്റം ചെയ്യപ്പെട്ടതിൽ ജയദേവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സെബാസ്റ്റ്യന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം കൂടി ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദുരൂഹതകൾ ഇതെല്ലാം ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഭൂമാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നത് നമുക്ക് കണ്ണും പൂട്ടി പറയാനാകും. ഭവ്യ, ശരി, എന്തായാലും നിർണായക വെളിപ്പെടുത്തലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സതീശന്റെ വെളിപ്പെടുത്തൽ അത് എത്രമാത്രം അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകും, എത്രമാത്രം വിശ്വസനീയമാണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. എന്തായാലും വലിയൊരു ഭൂമാഫിയയുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രം സംശയമില്ല. ഒപ്പം താഴെത്തട്ടിൽ നിന്ന് പോലും ഇത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, വലിയൊരു കോക്കസ് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം വലിയ വീഴ്ച വന്നു ഈ അന്വേഷണത്തിൽ. അവരടക്കം ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം നമുക്ക് എന്തായാലും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും, കൂടുതൽ വിവരങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.